കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് നൈൽ നദിയുടെ കിഴക്കേ തീരത്തുള്ള ജീവന്റെ തുടിപ്പുള്ള ഈസ്റ്റ് ബാങ്ക് ആയിരുന്നു, ദ ലാൻഡ് ഓഫ് ദ ലിവിങ്. അവിടെ സൂര്യൻ ഉദിക്കുന്നു, പ്രൗഢഗംഭീരമായ ക്ഷേത്രങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് അസ്തമയ സൂര്യന്റെ നാട്ടിലേക്കാണ്. പുരാതന ഈജിപ്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദ ലാൻഡ് ഓഫ് ദ ഡെഡ് അഥവാ വെസ്റ്റ് ബാങ്ക് ഓഫ് ലക്സോർ. ജീവിതം അവസാനിക്കുമ്പോൾ തുടങ്ങുന്ന മറ്റൊരു ലോകം. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള രഹസ്യങ്ങൾ ഉറങ്ങുന്ന ഈ മണ്ണിലാണ് ലോകപ്രശസ്തമായ വാലി ഓഫ് ദ കിങ്സ് സ്ഥിതി ചെയ്യുന്നത്. ഫറവോകളുടെ മൃതദേഹങ്ങൾ, അതായത് അവരുടെ മമ്മീസ്, സ്വർണവും വിലപിടിപ്പുള്ള രത്നങ്ങളോടും കൂടി അടക്കം ചെയ്ത അതീവ രഹസ്യമായ ഗുഹകളും ദുരൂഹതകളും നിറഞ്ഞ വാലി ഓഫ് കിങ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇവിടെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആണ് കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഒരു ബഗ്ഗി റൈഡ് പോലത്തെ ഒരു റൈഡ് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നടക്കേണ്ട വന്നിരുന്നെങ്കിലോ എന്നുള്ളത്. ബഗ്ഗി ആണോ? ഓക്കെ 20 ഈജിപ്ഷ്യൻ പൗണ്ട്സ് ആണ് ഈ വണ്ടി എടുക്കാനായിട്ട് ഒരാൾക്ക്. അല്ലാണ്ട് ടിക്കറ്റ്സിൻ്റെ വിലയാണെങ്കിൽ നമുക്ക് എൻട്രിക്ക് 750 ആണ്. പിന്നെ ഓരോ ടൂമിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പോകാനായിട്ട് നമുക്കത് ഓരോന്നിനും ഓരോ ടിക്കറ്റിൻ്റെ വിലയാണ്. 2000 വരെ ഉള്ള ഒരു ടോംബൊക്കെ ഉണ്ട്. ഇവിടെ ചില ടോംസ് എല്ലാം എന്താ പറയുന്നത്, റെനോവേഷന് വേണ്ടിയിട്ട് അവർ ക്ലോസ് ചെയ്തേക്കാണ്. 1 വർഷം 2 വർഷമൊക്കെ ആയിട്ട് അവർ അതിൻ്റെ എക്സ്കവേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ക്ലോസ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാട്ടോ, അതും കറക്റ്റ് കാലത്ത് വന്നുകൊണ്ട് നല്ല വെതറും അല്ലേ. വാലി ഓഫ് കിങ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്കാദ്യം ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ മരണത്തിന്റെ സങ്കല്പത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം. പുരാതന ഈജിപ്തുകാരുടെ വിശ്വാസം അനുസരിച്ച് മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് മറ്റൊരു ലോകത്തേക്കുള്ള അതിസാഹസികമായ ഒരു യാത്രയുടെ തുടക്കമാണ്. ഈ യാത്രയെ അവർ ജേർണി ടു ദ ആഫ്റ്റർ ലൈഫ് അഥവാ ദുവത്തിലൂടെയുള്ള യാത്ര എന്ന് വിളിച്ചിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ആദ്യം എത്തുന്നത് ദുവത്ത് എന്നറിയപ്പെടുന്ന ഒരു നിഗൂഢ ലോകത്താണ്. അവിടെ തടാകങ്ങളും കത്തുന്ന നദികളും ഇരുമ്പുവാതിലുകളും കാവൽ നിൽക്കുന്ന ഭീകരരൂപികളായ രാക്ഷസന്മാരും ഉണ്ടാകും. ഈ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യാൻ മരിച്ചയാളുടെ കൂടെ മരണത്തിന്റെ പുസ്തകം ബുക്ക് ഓഫ് ദ ഡെഡ് സംസ്കരിക്കും. ഇതിലെ മന്ത്രങ്ങളാണ് ആത്മാവിന് വഴികാട്ടുന്നത്. ദ ഹോൾ ഓഫ് ദ ടു ട്രൂത്ത്സ്. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. ആത്മാവ് ഒസൈറിസ് ദൈവത്തിന്റെ മുന്നിലുള്ള വലിയ സഭയിലെത്തും. ഇവിടെ വെച്ചാണ് വെയിങ് ഓഫ് ദ ഹാർട്ട് എന്ന ചടങ്ങ് നടക്കുന്നത്. നീതിയുടെ ദേവിയായ മാ ആത്തിന്റെ ഒരു തൂവൽ തുലാസിന്റെ ഒരു തട്ടിലും മരിച്ചയാളുടെ ഹൃദയം മറുതട്ടിലും വയ്ക്കും. ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ കാരണം ഹൃദയത്തിന് തൂവലിനേക്കാൾ ഭാരമുണ്ടെങ്കിൽ താഴെ കാത്തു നിൽക്കുന്ന മുതലയുടെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള രാക്ഷസൻ അമിത് ആ ഹൃദയം ഭക്ഷിക്കും. അതോടെ ആ ആത്മാവ് എന്നേക്കുമായി ഇല്ലാതാകും. ഹൃദയം തൂവലിനേക്കാൾ ഭാരം കുറഞ്ഞതാണെങ്കിൽ അയാൾ നീതിമാനാണെന്ന് തെളിയും. വിധി നിർണയം വിജയകരമായി പൂർത്തിയാക്കിയ ആത്മാവ് ഒടുവിൽ ഫീൽഡ് ഓഫ് റീഡ്സ് എന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇവിടെ കഷ്ടപ്പാടുകളോ രോഗങ്ങളോ ഇല്ല. അവർ ഭൂമിയിൽ കണ്ടതിനേക്കാൾ മനോഹരമായ കൃഷിയിടങ്ങളും നദികളും അവിടെ ഉണ്ടാകും. അവർ സ്നേഹിച്ചവരോടൊപ്പം എന്നേക്കുമായി അവിടെ ജീവിക്കും. നമ്മൾ വാലി ഓഫ് ദ കിങ്സ് സന്ദർശിക്കുമ്പോൾ കാണുന്ന ചുവർ ചിത്രങ്ങൾ വെറും പെയിന്റിങ്ങുകളല്ല, അവ ബുക്ക് ഓഫ് ദ ഡെഡിലെ ഭാഗങ്ങളാണ്. മരിച്ച രാജാവിന് ആഫ്റ്റർ ലൈഫിലെ തടസ്സങ്ങൾ നീക്കാൻ ഈ ചിത്രങ്ങളും അതിലെ മന്ത്രങ്ങളും സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അതായത് ആ ചുവരുകൾ ഒരു ഗൈഡ് ബുക്ക് പോലെ പ്രവർത്തിച്ചിരുന്നു. വാലി ഓഫ് കിങ്സിന്റെ ഒരു ചെറിയ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മോഡൽ തന്നെ എന്നെ അത്ഭുതപ്പെടുത്താണ്. ഇതൊരു മൗണ്ടൻ ആണ്. ഈ മൗണ്ടൻ ഒരു പിരമിഡിന്റെ ഷേപ്പ് തന്നെയുണ്ട്. ഞങ്ങൾ ദൂരേന്ന് ഹോട്ടലിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ ഒരു പിരമിഡിന്റെ ഷേപ്പ് പോലെ തോന്നും. സോ ഇവിടെ ഈ ഒരു എന്താ പറയുക 3000 to 4000 വർഷം ആയി കഴിഞ്ഞപ്പോൾ അവർ ഒരു വാലി സെലക്ട് ചെയ്ത്, ഇത് വെസ്റ്റ് സൈഡിലുള്ള വാലിയാണ്, നമ്മൾ നൈലിൽ ക്രോസ് ചെയ്താണ് ഇപ്പുറത്തോട്ട് എത്തിയത്. അതിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ഓരോരോ ടോംബുകളായിട്ടുണ്ട്. അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്തൊരു ഒരു കാര്യം കാണിച്ചു തരാൻ പോണത്, ഇതാണ് വഴികളെന്ന് മനസ്സിലായില്ലേ. ഇനി ഈ ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ മാപ്പിംഗ് എങ്ങനെയാണ് ചെയ്തത്. അപ്പം ഞാൻ താഴോട്ട് കുഴിച്ചാണ് പോയേക്കണേ. എൻ്റെ എക്സസൈസ് ഞാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന എക്സസൈസ് അല്ല കേട്ടോ. ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ മൊത്തം ഫറോസും ഇവിടുത്തെ കോമൺ പീപ്പിളൊക്കെ വന്ന് അണിനിരക്കണതും ഒക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണേ. ഇത് പിരമിഡ് പോലെ തന്നെ ഉണ്ട് ശരി. നോക്കി ഞാൻ ഷാർപ്പായിട്ടുള്ള കോർണറൊക്കെ ആയിട്ട് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച. അവർ ഫോർ എ റീസൺ ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഫൈനൽ പ്ലേസ് ആയിട്ട് ഇതൊക്കെ ചൂസ് ചെയ്തെങ്ങനെ. But when we go to the tomb, we see only the head and legs, and this all with cover. Okay. Second, so is this gold like this? It's a necklace. Yeah. Necklace. Sometimes gold. Yeah, this in Cairo Museum now. Okay. And sometimes they bring the punishment for the slave. Cut the head, slave to show his powerful cobra. Okay. Sometimes they like to show you
The Egyptian, they take the boat, like that tomb we visit. Okay. They take a boat to the second life, the king with the god, and the colors, the original colors. Yeah. Also in the tomb, that we see something different. We see some church. Okay. They built at the beginning because the Roman Christian, they stay and make a graffiti of Coptics. At the beginning of the tomb. നമ്മളിപ്പോൾ റാംസീസ് 4 എന്ന് പറഞ്ഞ ഫറോയുടെ ഫറോ ആലെന്നൊക്കെ പറയാണെങ്കിൽ ഫറോൻ്റെ ടൂമിലോട്ടാണ് പോകുന്നത്. ഇത് കുറച്ചുകൂടെ ആക്സസിബിൾ ആണ് കാര്യങ്ങളെല്ലാം. ഇപ്പം ഞങ്ങൾക്ക് ഗൈഡ് കുറച്ച് പിക്ചേഴ്സ് കാണിച്ച് അതിനകത്തെ പെയിൻറ്റിങ്സിൻ്റെ എല്ലാം അർത്ഥങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പോകുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ വാലി ഓഫ് കിങ്സിൽ വന്നിട്ട് ആദ്യത്തെ ടൂമ്പിൽ കയറിയേക്കാണ്. നമ്മൾ ആദ്യത്തെ ടൂമ്പിൽ തന്നെ നമുക്ക് നേരത്തെ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇതിന് ചേർച്ചായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തായിരുന്നു. കുറേ കൈകൾ മാറിയാണല്ലോ ഇത് എത്തിയേക്കുന്നത്. സോ അവർ വന്നതിൻ്റെ ഒരു ചെറിയ മാർക്കിങ്സും അവരുടെ റൈറ്റിങ്സും ഇവിടെ അവർ കയറി വരുമ്പോൾ തന്നെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താ പറയുക 2000 അല്ലെങ്കിൽ 1000 ഇയേഴ്സ് ബാക്കിലുള്ള കഥകളാണിത്. പക്ഷേ ഇത് ഏറ്റവും 3500 ഇയേഴ്സ് ഓൾഡാണ്. സോ ഇത് റാംസീസ് 4ൻ്റെ ടൂമ്പാണ്. നമ്മളിത് ഏകദേശം ഒരു 80 മീറ്ററോളം നടക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെ റാമ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈസി ആയിട്ടാണ് ഇവിടെ എല്ലാം വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ അറ്റത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും എന്നാണ് അയാൾ പറഞ്ഞത്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാവേ. റാംസീസ് 4ന്റെ മമ്മിയെക്കുറിച്ച് ഒരു കൗതുകകരമായ കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് പകരം മമ്മിയിൽ ചെറിയ ഉള്ളികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് അക്കാലത്തെ ഒരു പ്രത്യേക ആചാരമായിരുന്നു. നമ്മൾ അകത്തേക്ക് നടക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക ചുവരുകളിലെ നിറങ്ങളാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ പെയിന്റിങ്ങുകൾ അത്രയും വിവിഡ് ആൻഡ് കളർഫുൾ ആണ്. ചുവരുകളിൽ ലിറ്റനി ഓഫ് റാ, ബുക്ക് ഓഫ് കാവേൺസ് തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങളിലെ വരികൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഫറവോയുടെ മരണാനന്തര യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇത്. ശവകുടീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത് എന്ന ചടങ്ങിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മമ്മിയാക്കപ്പെട്ട ഫറവോയ്ക്ക് മരണശേഷം സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ശ്വസിക്കാനുമുള്ള കഴിവ് തിരികെ നൽകാനുള്ള ഒരു മാന്ത്രിക ആചാരമാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിന്റെ സീലിംഗ് ആണ്. ഇതിനെ ആസ്ട്രോണോമിക്കൽ സീലിംഗ് എന്ന് വിളിക്കുന്നു. ഇവിടെ ആകാശത്തിന്റെ ദേവതയായ ഗോഡസ് ന്യൂട്ടിന്റെ 2 കൂറ്റൻ ചിത്രങ്ങൾ കാണാം. ഈ ദേവത വൈകുന്നേരം സൂര്യനെ വിഴുങ്ങുന്നതായും രാവിലെ സൂര്യന് ജന്മം നൽകുന്നതുമായും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കൂടാതെ നക്ഷത്രങ്ങളും കോൺസ്റ്റലേഷൻസും വളരെ കൃത്യമായി ഇവിടെ വരച്ചു ചേർത്തിട്ടുണ്ട്. ഇതൊന്നും എന്താ പറയുന്നത് കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്നും ആർക്കിയോളജി ടീമിനോ അല്ലെങ്കിൽ ഈജിപ്ത് ഗവൺമെൻറ്റിനോ ഒന്നും കിട്ടിയിട്ടില്ല. ഇതെല്ലാം ലൂട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ആൾക്കാർ പേരെഴുതാൻ നമ്മുടെ ആൽഫബറ്റ്സിൽ പേരെഴുതാൻ ശ്രമിച്ചേക്കുന്നു. ഇങ്ങനെയുള്ള കുറച്ച് ചീത്ത കാര്യങ്ങളിലൂടെ ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഇപ്പോഴാണ് കുറച്ചും കൂടെ അവർ സ്ട്രിക്റ്റ് റൂൾസും ക്യാമറാസും ഒക്കെ വെച്ച് ഒന്നുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് പോയേക്കുക. ഇപ്പം എനിക്ക് മനസ്സിലായി ഇവരുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. എനിക്കറിയാം ഇതായിരിക്കുമെന്ന് ഞാൻ ഗസ് ചെയ്തു. എന്താ വെച്ചാൽ ഇത്രയും വലിയ ഇത് ഒരൊറ്റ കല്ലിൽ തീർത്തേക്കുന്ന ഒരു ഡൂമാണ്. ഇത് എങ്ങനെ ആ ഡോറിൽ നിന്ന് അല്ലെങ്കിൽ ആ പാത്ത് വേ കൂടെ ഇവിടെ വരെ എത്തിച്ചു എന്നുള്ളത് തന്നെയായിരിക്കും ഉള്ള ക്വസ്റ്റ്യൻ. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നും ഇവന്മാർ ഏലിയൻസ് ആണോ, ഇവരുമായിട്ട് എന്തെങ്കിലും പരിപാടി. എന്നുവെച്ചാൽ നമ്മൾ ഒബ്ലിസ്ക് കണ്ടപ്പോൾ തന്നെ ഒബ്ലിസ്കിൻ്റെ ആ കട്ടിങ് കാണണം. ലേസർ കട്ടിങ് പോലെയാണ് ചെയ്തേക്കുന്നത്. അത്രയും അതും അത്രയും ലോങ് ആയിട്ട് അതിനെ പൊക്കി നിർത്തി ഒരു ഐഡിയ ഇല്ല. ഇവിടെ കണ്ടോ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു റിവറിൽ കൂടെ കടന്നിട്ട് വേണം പോകാൻ, അതിനുള്ള ബോട്ടിൻ്റെ ഉണ്ട്. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സ്നേക്സ് ഇവർക്ക് അടുത്ത വഴി പറഞ്ഞു കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഈ സ്നേക്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ട്. ഓരോ സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. ഇവരുടെ ആഫ്റ്റർ ലൈഫിലോട്ടുള്ള സ്റ്റെപ്സ് അവർക്ക് മറന്നുപോയി കഴിഞ്ഞാൽ ഉള്ള രീതിയിലാണ് ഇവിടെ കറക്റ്റായിട്ട് എടുത്തു വെച്ചേക്കുന്നത്. അടുത്തത് നമ്മൾ പ്രവേശിക്കുന്നത് ലോകപ്രശസ്തമായ ഫറവോ തൂത്തൻഖാമന്റെ കല്ലറയിലേക്കാണ്. 1922 ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹോവാർഡ് കാർട്ടറാണ് ഈ കല്ലറ കണ്ടെത്തുന്നത്. മറ്റെല്ലാ കല്ലറകളും കൊള്ളക്കാർ നശിപ്പിച്ചപ്പോൾ തൂത്തൻഖാമന്റെ കല്ലറ മാത്രം യാതൊരു കേടുപാടുകളും കൂടാതെ സംരക്ഷിക്കപ്പെട്ടിരുന്നു. വാലി ഓഫ് ദി കിങ്സിലെ മറ്റ് രാജാക്കന്മാരുടെ കല്ലറകളെ അപേക്ഷിച്ച് തൂത്തൻഖാമന്റെ കല്ലറ വളരെ ചെറുതായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിച്ചതുകൊണ്ട് ധൃതിയിൽ നിർമ്മിച്ചതാകാം ഇത് എന്ന് കരുതപ്പെടുന്നു. തൂത്തൻഖാമന്റെ മമ്മിയുടെ അടുത്തു നിന്ന് കിട്ടിയ ഒരു കഠാര നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള ലോഹം കൊണ്ടല്ല, മറിച്ച് ഒരു ഉൽക്കയിൽ നിന്നുള്ള ഇരുമ്പ് ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് വരാം, ദ ഫറവോസ് കേഴ്സ്.
തൂത്തൻഖാമന്റെ കല്ലറ തുറന്നതിന് പിന്നാലെ ഈ ദൗത്യത്തിന് പണം നൽകിയ ലോർഡ് കാനർവോൺ ഒരു കൊതുക് കടിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ കാരണം മരണപ്പെട്ടു. അദ്ദേഹം മരിച്ച അതേസമയം കെയ്റോയിലെ വൈദ്യുതി ബന്ധം നിലച്ചുവെന്നും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നായ കരഞ്ഞു വിളിച്ചു ചത്തു എന്നും പറയപ്പെടുന്നു. കല്ലറയുമായി ബന്ധപ്പെട്ട 20ഓളം ആളുകൾ വിചിത്രമായ സാഹചര്യങ്ങളിൽ മരിച്ചതോടെ ശാപം സത്യമാണെന്ന് പലരും വിശ്വസിച്ചു. കല്ലറയിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു: ഡെത്ത് ഷാൽ കം ഓൺ സ്വിഫ്റ്റ് വിങ്സ് ടു ഹിം ഹു ഡിസ്റ്റർബ്സ് ദ പീസ് ഓഫ് ദ കിങ്. എന്നാൽ സയൻസ് ഇതിന് മറ്റൊരു മറുപടിയാണ് നൽകുന്നത്. ആയിരക്കണക്കിന് വർഷം അടച്ചിട്ട കല്ലറയ്ക്കുള്ളിൽ രൂപപ്പെട്ട മാരകമായ പൂപ്പലുകളോ ബാക്ടീരിയകളോ ശ്വസിച്ചതാകാം പലരുടെയും മരണത്തിന് കാരണം. കൂടാതെ പ്രധാനിയായ ഹോവാർഡ് കാർട്ടർ 64-ാം വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നതും ശാപകഥകളിലെ യുക്തിയെ ചോദ്യം ചെയ്യുന്നു. ശാപമോ സയൻസോ ആകട്ടെ, ഇന്നും തൂത്തൻഖാമൻ എന്ന പേര് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തൂത്തൻഖാമന്റെ മമ്മി ഇന്നും വാലി ഓഫ് ദി കിങ്സിലെ ഈ പഴയ കല്ലറയ്ക്കുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വർണ്ണ സിംഹാസനവും മാസ്കും 5000ഓളം വരുന്ന നിധിശേഖരവും എല്ലാം ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയമിൽ നമുക്ക് നേരിട്ട് കാണാം. നമ്മുടെ ഈജിപ്റ്റ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇതെല്ലാം കാണിച്ചിരുന്നു. ഓ മൈ ഗോഡ്, ഇവിടെ ശരിക്കും നന്നായിട്ട് ആ പെയിൻറ്റിങ്സിൻ്റെ കളേഴ്സൊക്കെ പോവാണ്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് 1922-ലാണല്ലോ ആക്ച്വലി സൂര്യ വെളിച്ചോ അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളോളം അടങ്ങിയിരുന്ന ഒരു സംഭവത്തിലോട്ട് കയറി വന്നേക്കുന്നത്. ഇതിൻ്റെ ഈ ഡോറ് കടന്ന് ഉള്ളിലോട്ട് പോകുന്നതാണ് ട്രഷറൊക്കെ ഇരുന്ന റൂമായിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസാണ് നമ്മൾ കണ്ടേക്കുന്നത്. ചാരിയറ്റ്സും മാലയും വളയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. യെസ്, ജെം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കൈറോയിൽ ജെം മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലിരുന്ന കോഫിനും എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ കാണിച്ചിരുന്നു. സോ കോഫിൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. ആൻഡ് ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്, ഈ ജെം മ്യൂസിയത്തിൽ ഏറ്റവും തിരക്ക് കൂടിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മമ്മിയുടെ മാസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ മാസ്കാണ്. ഇവിടെ വെച്ചേക്കുന്ന പെയിൻറ്റിങ്സിനെ കുറിച്ച് പറയാനാണ്. ഇത് ഓരോ മണിക്കൂറിൽ എന്ത് നടക്കുന്നു എന്നുള്ള 12 മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ 12 hours എന്ത് നടക്കുന്നു എന്നുള്ള. ഫസ്റ്റ് അവർ എനിക്ക് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സെക്കൻഡ് അവറിൽ എന്ത് നടക്കുന്നു, തേർഡ് അവറിൽ എന്ത് നടക്കുന്നു, അങ്ങനെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇത് കണ്ടോ, ഈ ബീറ്റിലിനെ കണ്ടോ, ഈ ബീറ്റിൽ ഇത് ലക്കിന് വേണ്ടിയിട്ട് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വലം വെച്ചില്ലേ ഒരു സ്ഥലത്ത്, ഗുഡ് ലക്കിന് വേണ്ടിയിട്ട്. അത് പിന്നെ ഈ പെയിൻറ്റിങ് നോക്കുകയാണെങ്കിൽ ഇത് ഓരോ ഗോഡ്സിനെ, ഇത് ടൂട്ടൻഖാമോൻ മരിച്ചതിന് ശേഷം, ഇത് മരണം കഴിഞ്ഞതിന് ശേഷം, മീൻസ് അടുത്ത ജന്മത്തിൽ കാന്നാണ് അവർ പറയുന്നത്. സോ അടുത്ത ജന്മത്തിലെ കഥയാണ് ഇത്. അവർ രണ്ടും ഒരേ ആൾ തന്നെയാണ്. ആൻഡ് അവരൊരു ഗോഡിനെ എംബ്രേസ് ചെയ്യുന്നതായിട്ടാണ് ഈ പെയിൻറ്റിങ് കാണിച്ചേക്കുന്നത്. സോ ഇതെല്ലാം ഈ പുള്ളിക്ക് ആഫ്റ്റർ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് ഇവരുടെ ബിലീഫിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. ഈ കാണുന്നത് റാംസിസ് 5 and 6 ടൂമ്പിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ. റൂഫിലെ പെയിൻറ്റിങ്സേ കാണണേ. നമ്മുടെ ഗൈഡ് ഈ പാമ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. 3 തലയുള്ള പാമ്പ്. ഇത് ഫൈറ്റ് ചെയ്യാനും, ഒരു തലയുള്ള പാമ്പാണെങ്കിൽ പുള്ളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്നാണ് പുള്ളി പറഞ്ഞത്. ചെറുതായിട്ട് എന്താ പറയുക, പാരനോർമൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയാവുന്ന പോലെ ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആവുകയും ചെയ്തായിരുന്നു. ശരിക്കും എല്ലാവരും പെട്ടെന്ന് ഒരു ഒച്ച ഉണ്ടാക്കി എല്ലാവരും സ്കേഡ് ആവുകയും ചെയ്തു. ഇങ്ങനെയൊന്നും നടക്കുന്നതെന്ന് തോന്നുന്നില്ല. പിന്നെയും കറണ്ട് പോയേക്കാണ്. എനിക്ക് പേടിയാവണം. നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ടൂർ ചെയ്യാണ്. ലെറ്റ്സ് ഡു ദാറ്റ്. കറക്റ്റ് മമ്മി സിനിമയിലെ പോലെയാണ്. ആ സാധനം താഴോട്ട് വീണതിൻ്റെ ഉള്ളിൽ തന്നെ കഥ. ഈ SD കാർഡ് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ
സൈനിങ് ഓഫ്. ട്രിപ്പ് കപ്പൂർ സൈനിങ് ഓഫ്. വാലി ഓഫ് ദ കിങ്സ് എന്ന അത്ഭുത കാഴ്ചയോട് വിട പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ അലബാസ്റ്റർ എന്ന കല്ല് ഉപയോഗിച്ച് പുരാതന ഈജിപ്തുകാർ എങ്ങനെ ഹാൻഡിക്രാഫ്റ്റുകൾ നിർമ്മിച്ചിരുന്നു എന്ന് കാണിക്കാൻ ഒരു സ്ട്രീറ്റ് സൈഡ് കടയിൽ നിർത്തി. To be like this. When we finish like this. വെയിറ്റില്ല. Yes, handmade. Oh, you should try. Look, Can I try? Mr. Rambo. Guess how many kilo? 10 maybe. 10. When we finish, how many? No. 2. No. 200 grams, 300 grams. Mr. Really Baza light. Ambaza. ഭയങ്കര ലൈറ്റ് ആണ്. നോക്കട്ടെ. Handmade. Oh my god, yes. This is one you use it for tea light, for candle abajur like this, people. Wow. Handmade for tea light candle. Wow. Alabaster. നമ്മൾ ഇനി പോകുന്നത് അധികമാരും പറഞ്ഞു കേൾക്കാത്ത പക്ഷേ പറയപ്പെടേണ്ട ഒരു ചരിത്രം തേടിയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുരാതന ഈജിപ്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരിടത്താണ്, ദ മോസ്റ്ററി ടെമ്പിൾ ഓഫ് ഹാറ്റ്ഷെപ്സുട്ട്. ഇതുവരെ നമ്മൾ ഈജിപ്തിനെ കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ വലിയ രാജാക്കന്മാരെയും ശക്തരായ ഫറവോമാരെയും കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ച ഒരു രാജ്ഞിയെക്കുറിച്ചാണ്, ഹാറ്റ്ഷെപ്സുട്ട്. ചരിത്രം എപ്പോഴും പുരുഷന്മാരുടേത് മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വെറുമൊരു രാജ്ഞിയായി ഒതുങ്ങിക്കൂടാൻ അവർ തയ്യാറായിരുന്നില്ല. പകരം പുരാതന ലോകത്തെ ഏറ്റവും വിജയകരമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ഫീമെയിൽ ഫറവോവായി അവർ മാറി. ആരാണ് ഹാറ്റ്ഷെപ്സുട്ട്? 3500 വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാലത്ത് ഒരു സ്ത്രീക്ക് അധികാരമെന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ തന്റെ ബുദ്ധി കൊണ്ടും കരുത്തുകൊണ്ടും അവർ ഈജിപ്തിന്റെ സിംഹാസനം പിടിച്ചെടുത്തു. അവർ വെറുമൊരു ഭരണാധികാരിയായിരുന്നില്ല, ഈജിപ്തിനെ സാമ്പത്തികമായും സാംസ്കാരികമായും വളർച്ചയുടെ കൊടുമുടിയിലെത്തിച്ച ഒരു യഥാർത്ഥ നായികയായിരുന്നു. ഈ കാണുന്ന കൂറ്റൻ ക്ഷേത്രം അവരുടെ ആത്മവിശ്വാസത്തിന്റെയും പെൺകരുത്തിന്റെയും പ്രതീകമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെയെല്ലാം കാണുന്നത് ഒരു സ്ത്രീയുടെ പ്രതിമകളല്ല, പുരുഷന്റേതാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഇന്നലെ നമ്മൾ ഒരു ടെമ്പിളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു പ്രിൻസസിൻ്റെ കാര്യം. ആ പ്രിൻസസ് 20 വർഷത്തോളം ഈ ഈജിപ്തിനെ ഭരിച്ചത് ഒരു ആണായിട്ട് അഭിനയിച്ചിട്ടാണ്. പുരാതന ഈജിപ്തിൽ ഫറവോ എന്നത് പുരുഷന്മാർക്ക് മാത്രം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പദവിയായിരുന്നു. ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം ഫറവോ എന്നത് ഭൂമിയിലെ ദൈവത്തിന്റെ, ഹോറസിന്റെ പ്രതിരൂപമാണ്. ഒരു സ്ത്രീ ആ പദവിയിൽ വരുന്നത് അന്നത്തെ ജനങ്ങൾക്കും പുരോഹിതന്മാർക്കും അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അതിനാൽ താനൊരു യഥാർത്ഥ ഭരണാധികാരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ ഹാറ്റ്ഷെപ്സുട്ട് പുരുഷ ഫറവോമാരുടെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചു. ഫറവോമാരുടെ അധികാരത്തിന് ചിഹ്നമായിരുന്ന ഫാൾസ് ബിയർഡ് അഥവാ കൃത്രിമ താടി ഹാറ്റ്ഷെപ്സുട്ട് തന്റെ പ്രതിമകളിലും പൊതുവേദികളിലും ധരിച്ചു. നമ്മൾ എത്തിയിരിക്കുന്ന ഈ ടെമ്പിളിൽ കാണുന്ന പുരുഷ പ്രതിമകൾ അത് ക്വീൻ ഹാറ്റ്ഷെപ്സുട്ടിൻ്റെതാണ്. ഇവിടെ രാജാക്കന്മാർ എല്ലാവരും അവർ പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി അവർക്ക് ലയൻ്റെ ബോഡിയും അവരുടെ തലയുമാണ്. സോ നമ്മുടെ എന്താ പറയുക, മാൻ ആയിട്ട് ഡ്രസ്സ് ചെയ്ത സുന്ദരിയുടെ തലയാണ് അവിടെ വെച്ചേക്കുന്നത്. ഇങ്ങനെ ഇവിടെ മൊത്തം ഇങ്ങനത്തെ രൂപങ്ങളുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ അവിടെ ഒരു വലിയൊരു എൻട്രൻസും ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു വലിയ ഗാർഡൻ ഉണ്ടായിരുന്നു. ഇറ്റ് സീംസ് ഇപ്പോഴും അതിൻ്റെ റൂട്ട്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ 2 ട്രീൻ്റെ ഗാർഡൻ്റെ ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരുന്നിട്ടുണ്ടാവും അല്ലേ, ട്രീസും ഒക്കെ കൂടി വരുമ്പോൾ. ഇത് ആക്ച്വലി ഡ്യൂണിൻ്റെ ലൊക്കേഷൻ പോലെയില്ലേ, ഐ മീൻ ഒരു സർറിയലായിട്ടുള്ളൊരു സംഭവമല്ലേ ഇങ്ങനൊരു സംഭവം. പെട്ടെന്നൊരു മലയുടെ നടുക്ക് അത് ഈ കളർ കോമ്പിനേഷനിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് ഫയറും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഗ്ലോറിയസ് പീരീഡ് എങ്ങനെയായിരുന്നിട്ടുണ്ടാവും. ജെൻഡർ ഡസൻ ഡിഫൈൻ ലീഡർഷിപ്പ് എന്ന് 3500 വർഷങ്ങൾക്ക് മുമ്പേ അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മറ്റു ഫറവോമാർ വാളും പരിചയവുമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഹാറ്റ്ഷെപ്സുട്ട് തന്റെ കപ്പലുകൾ കടൽ കടത്തി വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തി. സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് ഈജിപ്തിനെ അവർ സമ്പന്നമാക്കി. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു എന്താ പറയുന്നത്, ആർക്കിടെക്ചറിനേക്കാളും ഇതിനൊരു സർറിയൽ ബ്യൂട്ടി ഉണ്ട്. അത് കറക്റ്റ് ഈ നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നതും. ആൻഡ് ഇവിടെ നിന്ന് ഒരു അടിപൊളി വ്യൂ ആണ്. നോ വണ്ടർ ഷീ ചൂസ് ദിസ് പ്ലേസ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പല കാര്യങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. സോ
നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഒരു ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ താമസിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞ് ഒരു ആൾ മീൻസ് എത്ര വേണമെങ്കിലും സ്വത്തുള്ള ഒരാൾ തീരുമാനിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഹാറ്റ്ഷെപ്സൂട്ടിന്റെ മരണശേഷം ചരിത്രത്തിൽ നിന്ന് അവരെ പാടെ തുളച്ചു നീക്കാൻ ഒരു വലിയ ശ്രമം തന്നെ നടന്നു. പുള്ളിക്കാരിക്ക് ഒരു പുള്ളിക്കാരിയുടെ അച്ഛനൊരു സ്റ്റെപ്പ് സണ്ണുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പ് സണ്ണിന് ഇവരോട് ജലസി തോന്നി. ഈ സ്ഥലത്തിൽ കുറേ കാര്യങ്ങളെല്ലാം ഡാമേജ് ചെയ്തേക്കണം ആ പുള്ളി തന്നെയാണ്. ഇവിടെ എല്ലാ തൂണിലും പുള്ളിക്കാരിയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. ഈ ക്വീൻ്റെ രൂപം എല്ലാ ഇതിലും ഉണ്ടായിരുന്നു, എല്ലാത്തിലും ഫേസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി പ്രിസർവ് ചെയ്യുന്ന രീതിയിലാണ് അതെല്ലാം ഉണ്ടാക്കിയിരുന്നത്. അവരുടെ പ്രതിമകൾ തകർക്കപ്പെട്ടു. ചുവരുകളിൽ കൊത്തിവെച്ച അവരുടെ പേരുകൾ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ചെത്തിമാറ്റി. ഒരു സ്ത്രീ ഫറവോ ആയി രാജ്യം ഭരിച്ചു എന്ന സത്യം വരും തലമുറകൾ അറിയരുത് എന്ന പുരുഷാധിപത്യ ചിന്താഗതിയായിരുന്നു ഇതിന് പിന്നിൽ. പക്ഷേ കാലം കരുതി വച്ച മധുര പ്രതികാരം പോലെ 1903 വാലി ഓഫ് ദ കിങ്സിൽ നിന്ന് ഒരു സാധാരണ കല്ലറയിൽ അനാഥമായി കിടക്കുന്ന 2 സ്ത്രീ മമ്മികൾ കണ്ടെത്തുകയുണ്ടായി. അതിലൊന്ന് രാജകീയ ഗാംഭീര്യമൊന്നുമില്ലാത്തതിനാൽ ലോകം ദശകങ്ങളോളം അവഗണിച്ചു. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷം 2007 നടന്ന DNA പരിശോധനയും CT സ്കാനുകളും ആ രഹസ്യം പുറത്തെത്തിച്ചു. ഹാറ്റ്ഷെപ്സൂട്ടിന്റെ പേരുകുത്തിയ ഒരു പെട്ടിയിൽ നിന്ന് ലഭിച്ച പല്ലിന്റെ കഷ്ണം ആ മമ്മിയുടെ താടിയെല്ലുമായി കൃത്യമായി ചേർന്നു നിന്നു. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പുരുഷാധിപത്യത്തിനു മുകളിൽ വെറുമൊരു പല്ലിലൂടെ ആ മഹാരാജ്ഞി തന്റെ അസ്തിത്വം വീണ്ടെടുത്തു. കാലം കരുതി വച്ച ഏറ്റവും വലിയ നീതിയായിരുന്നു ആ കണ്ടെത്തൽ. തന്നെ ചരിത്രത്തിൽ നിന്ന് പാടെ തുടച്ചു നീക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഹാറ്റ്ഷെപ്സൂട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇന്ന് കൈറോയിലെ മ്യൂസിയത്തിൽ ആ മമ്മി വിശ്രമിക്കുമ്പോൾ ഇത് വെറും ഒരു പുരാവസ്തുവല്ല, മറിച്ച് അടിച്ചമർത്താൻ നോക്കിയാലും തോൽക്കാത്ത, കാലത്തിന് മാറ്റാൻ കഴിയാത്ത പെൺകരുത്തിന്റെ നിത്യസ്മാരകമാണ്. അധികാരത്തിന് ലിംഗഭേദമില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മഹാരാജ്ഞി ഇന്നും തോൽക്കാതെ ജീവിക്കുന്നു. നമ്മുടെ ആരുടെയും ഇങ്ങനെ എന്താ പറയുക ഐറ്റിനറിയിൽ അധികം കേൾക്കാത്തൊരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് ടെമ്പിൾ ഓഫ് ഹാബു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. എനിക്ക് ഇന്നലെ കണ്ട ടെമ്പിളിനേക്കാൾ ഇത് ഭയങ്കര ഗ്രാൻഡിയർ ആയിട്ടാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റിയലി ഇത് റാംസീസ് III പുള്ളി കുറച്ചുകൂടെ വാരിയർ ആയിരുന്നു. പുള്ളിക്ക് വാറും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ശക്തിനെ കാണിക്കാൻ വേണ്ടി പുള്ളി പണിഞ്ഞതാണിത്. ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ നമ്മൾ പറയാം വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചേക്കുന്നത് ലോർഡ് ഓഫ് വാർ ആണ്. സെഗ്മെറ്റ് എന്നാണ് പേര്. സോ ഇത് നോക്കുകയാണെങ്കിൽ ലയൻ്റെ ഫേസും ഒരു വുമൻ്റെ ബോഡിയുമാണുള്ളത്. അപ്പോൾ അവർ വാറിനോ അങ്ങനെ എന്തിനെങ്കിലും പോണതിന് മുമ്പായിട്ട് ഇവിടെ ചെന്ന് അവർ വർഷിപ്പ് ചെയ്യും, സാക്രിഫൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തും. ഇവരുടെ പവറിനെ കാണിക്കാനാണ്. അപ്പോൾ ഇവിടെ സ്ലേവ്സിനെ കൊണ്ടുവന്നത് കയ്യിൽ കെട്ടിക്കൊണ്ടുവന്നതിൻ്റെയും പിന്നെ അവരെ തല വെട്ടി ഇവിടെ വെച്ചിരുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് ഇവരവരെ എന്താ പറയുന്നത് ശക്തിയെ കാണിക്കുന്നത്. മേ ബി നമ്മുടെ ആർമി ഡിഫെൻസിൻ്റെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും പറയണ പോലെ അന്ന് അവരുടെ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സ്ഥലമാണത്. ഒരു രക്ഷയില്ല. കർണാടക ടെമ്പിൾ ലക്ഷ ടെമ്പിളൊന്നും അല്ല, ഇതാണ് ആര് വന്നാലും വരേണ്ട ഒരു ടെമ്പിൾ. അപ്പോൾ ഞാൻ ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ആകെപ്പാടെ 2 ചോയ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത്. ഒന്ന് വാലി ഓഫ് കിങ്സും ഒന്ന് ഇതുമാണ് മെദീന ഹാബു ടെമ്പിളുമാണ് വരേണ്ടതെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും വരാൻ പറ്റിയില്ലെങ്കിലും ഇറ്റ്സ് അൺബിലീവബിൾ, ഒന്നും പറയാനില്ല. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ്, സൂപ്പർ ഗ്രാൻഡ്. ഈ കഥ നിങ്ങൾ കേൾക്കണം കേട്ടോ. സോ ഇത്രയും നല്ല സ്ട്രക്ചേഴ്സൊക്കെ പണി വെച്ചാൽ ഇവിടെ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ നായകന്മാരെന്ന് പറയുന്നത് ആ സമയത്ത് ഫെറോസാണ്. അപ്പോൾ റാംസീസ് II എന്ന് പറഞ്ഞ ആൾ വന്നപ്പോൾ കുറച്ച് വില്ലനാണ് പുള്ളി എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിലും ബാക്കിയുള്ള ഭാഗം മാറ്റിയിട്ട് പുള്ളിയുടെ പേരാക്കി വെച്ചു. ബാക്കിയുള്ളവരുടെ പേരും കഥകളും ഒക്കെ മാറ്റി അത് പുള്ളിയുടെ പേരാക്കി വെച്ചു. ഇങ്ങനത്തെ പല ചരിത്രങ്ങളും അവിടെ ഇവിടെയൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവും. ഇപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, റാംസീസ് III കുറച്ചുകൂടെ തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതങ്ങനെ പെട്ടെന്ന് കളയാണ്ടിരിക്കാനായിട്ട് പുള്ളിയുടെ പേര് എന്ത് ചെയ്തു കുറച്ചുകൂടി ഡീപ്പായിട്ട് വെച്ചു. അപ്പം പെട്ടെന്ന് അത് മാച്ച് കളഞ്ഞ് വേറെ ആളുടെ പേരാക്കാനോ അങ്ങനെയൊന്നും പറ്റാണ്ടിരിക്കാനായിട്ട്. സി ഇത് കുറച്ച് ഡാർക്ക് സ്റ്റോറി ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇത് ഈജിപ്ഷ്യൻ്റെ കൂടെ മെസ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ ഷോ ഓഫാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ലേവ്സ് വരുന്നു, അവരുടെ കൈകൾ വെട്ടിക്കളയുന്നതാണ്. എന്നിട്ട് അവിടെ ഒരാൾ നിന്നിട്ട് കൗണ്ട് ചെയ്യാണ് എത്ര കൈകളാണ് വെട്ടിക്കളഞ്ഞതെന്നുള്ളത്. തുറന്നു വന്നിട്ട് കയറി വരുമ്പോൾ ഉള്ള ഒരു കോട്ടയാടാണത്. ഈ തൂണൊക്കെ നോക്കി
എൻ്റെ പൊന്നെ, എന്താ ഇവിടുത്തെ ഡ്രോയിങ്സും കൊത്തുപണികളുമൊക്കെ. ഇവിടെ കുറേ വാൾസിൽ കുറേ ആൾക്കാരുടെ ഫിഗേഴ്സ് ഉണ്ട്. ഫിറിയ പറഞ്ഞു തന്ന സ്റ്റോറി മൊത്തം ആ വാളിലാണ് കാണിച്ചു തരുന്നത്, സ്ലേവ്സിൻ്റെ സ്റ്റോറീസ് മൊത്തം. ഇത് എല്ലാം ഭയങ്കര ഡീപ്പായിട്ട് വെച്ചേക്കണ ഷാഡോ വീടില്ല, അതിൻ്റെയാണ് ഭംഗി ഭയങ്കരമായിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത ഗേറ്റ് വേ അൺബിലീവബിൾ കേട്ടോ. എല്ലാത്തിൻ്റെയും മുകളിൽ പെയിൻറ്റിങ്സ് ഉണ്ട്. എക്സ്പോഷർ വിട്ടട്ടെ, കണ്ടോ, വേറെ ലെവൽ ഒന്നും പറയാനില്ല. ഇവിടെ വാൾസിലെല്ലാം ഡീപ്പായിട്ട് കൊത്തി വെച്ചേക്കണ മാത്രമല്ല, എല്ലാം ഭയങ്കരമായിട്ട് കളർഫുള്ളാണ്. ഇവിടെ നമുക്കറിയാലോ, ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തേക്കുന്നത് ബ്ലൂ കളർ തന്നെയാണ്. അപ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ നമ്മൾ ഗൈഡ് പറഞ്ഞു തന്നു, ഇത് ഇൻഡിഗോ വെച്ചൊക്കെ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്, നാട്ടിലെ പല പെയിൻറ്റിങ്സും പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ ഓൾമോസ്റ്റ് 3000-3500 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈം ടൈമിൽ ഇത് ഫുൾ കളർഫുള്ളായിട്ട് എങ്ങനെ അയക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കി. എല്ലാ കളറുകളും മൊത്തത്തിൽ അന്യായ വർക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ, കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലക്സോറിലെ അടിപൊളി കാഴ്ചകളെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തിയേക്കാണ്. ഇനി ഞങ്ങൾ അടുത്ത സിറ്റിയിലോട്ടുള്ള യാത്രയാണ്. സോ നമ്മൾ ഏകദേശം ഈജിപ്തിൻ്റെ നോർത്ത് മുതൽ സൗത്ത് വരെ ടച്ച് ചെയ്യാനാണ് പ്ലാൻ. ഓൾ ദ വേ നോർത്ത് മുതൽ ഓൾ ദ വേ സൗത്തിലോട്ടാണ് നമ്മുടെ ട്രിപ്പ്. നമ്മൾ സൗത്തിലെ ഒരു അടിപൊളി ഒരു സിറ്റിയിലേക്കാണ് പോണത്. ഞാൻ എക്സൈറ്റഡ് ആണ് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. സാറ് തന്നെ ഞങ്ങൾ എന്താ പറയുക അത്ഭുതപ്പെടുത്തി. ഞാൻ വിചാരിച്ചു പിരമിഡ്സ് ഒക്കെ കാണുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത്ര എക്സൈറ്റിംഗ് ആക്കുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇതുപോലെ ഭംഗിയുള്ള ആർട്ടും ടെമ്പിൾസും ആൻഡ് ഞങ്ങളുടെ ടൂർ ഗൈഡ്സ് ആണെങ്കിൽ കൂടി കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളോട് എന്താണ് നോക്കണ്ടേ, എന്താണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു തന്നിട്ട്. ആൻഡ് നൈലിൻ്റെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നൈലിൽ ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് ഞങ്ങൾ പ്ലെയിൻ കയറി വന്നിട്ടും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ നൈലിനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ഹോട്ടലാണെങ്കിലും ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ ഇടയ്ക്ക് വെച്ച് വയ്യാണ്ടായി. ഇവിടുത്തെ ഹോട്ടലിൽ തന്നെ ഇൻ ഹൗസ് ഡോക്ടറും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലമായിരുന്നു. സോ ഇവിടുത്തെ ലോക്കൽസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവുക ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഒരാൾ കണ്ടുമ്പോൾ അയാൾ ഭയങ്കര പുഷിയാണോ എന്നൊക്കെ തോന്നി, പക്ഷേ ശരിക്കും ജെനുവിൻലി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾക്ക് ആദ്യം രാവിലെ ടാക്സി വിളിച്ച് ചില സ്ഥലങ്ങളിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൈസയൊക്കെ പേ ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, കൊച്ച് സിക്കായൊക്കെയാണ്, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം കൊച്ചിൻ്റെ കാര്യം നോക്ക്, കൊച്ചിനെ ശരിയായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെയ്തു. പുള്ളിക്കാരൻ തന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ അറേഞ്ച് ചെയ്യുന്ന ടാക്സി മാറ്റിയിട്ട് അത് ഉച്ചയ്ക്കൊക്കെ ആക്കി തരുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഭയങ്കര ജെനുവൻലി ഗുഡായിട്ടുള്ള ആൾക്കാർ, മനസ്സുകൊണ്ട് ഗുഡായിട്ടുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാവരുടെയും ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ തിരിച്ച് എന്താണ് ന്യൂയോർക്കിൽ എത്തുമ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക്സ് അയക്കണം എന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. രാത്രി 2 മണിക്കാണ് ഡോക്ടർ എണീറ്റ് വന്നതൊക്കെ. സോ രാത്രി 2 മണിക്കാണ് സിക്കായി. എന്നിട്ട് ഞങ്ങൾ താഴെ പോയി റിസപ്ഷൻ പോയി ചോദിച്ചപ്പോൾ തന്നെ അവരിവിടെ ഡോക്ടറുണ്ട്, അവരെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പിന് 2 മണിക്ക് ഡോക്ടർ കണ്ണൊക്കെ തിരുമ്മി വന്ന് കണ്ടിട്ടൊക്കെ പോയി. യങ് ആയിട്ടൊരു ഡോക്ടറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം കുറച്ചും കൂടെ എന്താ പറയുക, ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് കുറേ ഇഷ്ടമായത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കുറച്ചുകൂടി സൗത്തിലോട്ടാണ് പോണത്. സൗത്തിൽ പോയി നമുക്ക് വേണമെങ്കിൽ സുഡാനിൽ ടച്ച് ചെയ്തിട്ട് വരാം. ഓൾമോസ്റ്റ് ബോർഡിലോട്ടാണ് നമ്മൾ പോണത്. ഈ ലക്സോറിൽ നമ്മൾ കുറേ അടിപൊളി ടെമ്പിൾസ് കണ്ടു. പക്ഷേ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ എനിക്ക് ഈജിപ്തിലെ പിരമിഡ് പോലെ തന്നെ കാണാൻ ഏറ്റവും ആഗ്രഹമുള്ള മറ്റൊരു ടെമ്പിൾ ഉണ്ട്. അതിൻ്റെ പ്ലേസ്മെൻറ്റും അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകോത്തരമാണ്. അത് വേണമെങ്കിൽ വേൾഡ് വണ്ടർ എന്ന് പറഞ്ഞൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അടുത്ത ആഴ്ചയിലത്തെ എപ്പിസോഡിൽ നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കിടിലും വീഡിയോസ് എല്ലാം ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഈജിപ്ത് സീരീസ് ഞങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ് അടുത്ത ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിൽ. അതൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഈജിപ്തിൽ നിന്ന് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.